ശക്തിനാ ഈ വയല് നിറച്ച് പശുക്കളെ നിൽക്കുന്നല്ലോണാ. നമ്മളിപ്പോ 3-4 കുടികൾ കയറി ഇറങ്ങി വരും. എല്ലായിടത്തും നോക്കിയാലും അടിപൊളി പശുക്കളാണ് എല്ലാം. നല്ല പല പ്രായത്തിലും കന്നിപ്പശുക്കളാണ് കൂടുതൽ നിൽക്കുന്നത്. ഇതെല്ലാം കന്നിപ്പശുക്കളെ എല്ലായിടും ഒരേപോലെ ഇരിക്കുന്ന പശുക്കളാണ്. ഇതെല്ലാം എങ്ങനെ കിട്ടുന്നത് ഇത്രയും ഒരേപോലെ പശുക്കളെ? ഇതെങ്ങനെ കിട്ടുന്നത് എല്ലാവർക്കും ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പശുക്കളെ? സേലത്താണ്. അപ്പം കുടികൾ നമ്മൾ 3-4 കുടികളിൽ പോയി എല്ലായിടും ഒരേപോലുള്ള പശുക്കളാണ്. നല്ല ഇവിടുന്ന് ഇപ്പൊ 2 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ அந்த ஒயிட் எடுத்திருக்கேன், அந்த அது பக்கத்துல உள்ள எடுத்திருக்கேன், இந்த கொம்பு பசு எடுத்திருக்கேன், இந்த மாடு எடுத்திருக்கேன். എല്ലാം നല്ല അടിപൊളി പശുക്കളാണ് എടുത്തിരിക്കുന്നത്. എന്ത് പ്രൈസ് റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്? അതൊക്കെ എല്ലാം ഒരു 80-90 എല്ലാ റേഞ്ചിലും 80-90 എല്ലാ റേഞ്ചിലും പ്രൈസ് എടുത്തിട്ടുണ്ട്. കടിഞ്ഞൂല് പശുക്കൾ 65 മുതൽ സ്റ്റാർട്ടിംഗ് ഇருக்கு. 65 வந்து പ്രായം കൂടും. 65 ഒക്കെ ആണെങ്കിൽ ഇച്ചിരി പ്രായം 2-3 പ്രസവിച്ച പാല് മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള പശുക്കൾ എടുത്തു കൊടുക്കും. ഇതൊക്കെ നോക്കി നല്ല കടിഞ്ഞൂല് പശുക്കളാണ് 4 സൈഡിൽ നിൽക്കുന്നത്. ഈ സ്ഥലം ഏതാണ്? സ്ഥലത്തിന് പേര് എന്താ? സേലം പക്കം തന്നെയാണ് ഈ കുടികളിൽ. കൃഷ്ണഗിരി പോകുന്ന വഴിക്കുള്ള കുടികൾ ഇങ്ങനെ കയറി വരുവാണ്. ഇതൊക്കെ എന്ത് തീറ്റയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? ഇതെല്ലാം ഓരോന്ന് ഓരോ പശുക്കൾ. ഇപ്പൊ ഇവര് കച്ചവടത്തിനായിട്ട് വാങ്ങി കിട്ടുന്നതായിരിക്കും അല്ലേ? വിൽപ്പനയ്ക്കായിട്ട് വാങ്ങിയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കും. വീണ്ടും പുതിയ പശുക്കളെ വാങ്ങി കിട്ടും. അങ്ങനെ സ്ഥലമാണ്. നല്ല അടിപൊളി പശുക്കളാണ് കേട്ടോ. ഇത് നമ്മൾ 2-3-4 ദിവസം നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടികളിൽ കയറി ഇറങ്ങി കണ്ട് സമാധാനത്തെ പശുക്കളെ എടുക്കാം കേട്ടോ.